കണ്ട അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം നോക്കിയേ, എന്തോരം പലഹാരം നോക്കിയേ. ഇത് കറുകപ്പിള്ളിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടാ, നോമ്പുതുറ പലഹാരങ്ങളാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് കേട്ടാ. എന്താണ് ചില അറിയില്ലായിരുന്നു. എന്താണത്? ചിക്കൻ സമോസ. കൊറേ നേരം ഇതെന്താ? ഇതോ? ഇതെന്താ? ഇത് എവിടെ? എന്താ എന്റെ പേര്? കല്ലാണോ? പലഹാരം എടുത്താൽ മതി അല്ലേ? ഇതാണ് എന്താണ്? മസാല ബണ്ണോ അങ്ങനെ എന്തോ പറഞ്ഞു. മിക്കതും കഴിഞ്ഞു തോന്നണു. ഇത് റോള്, കട്ട്ലറ്റ്, മറ്റേ സജ്ജന പറഞ്ഞ പോലെ എല്ലാം തീർന്ന്. ഇത് പോക്കറ്റ് ഷവർമ്മ. ഞങ്ങള് കറുകപ്പിള്ളിയിൽ വന്നേക്കാണ്. ഇവിടെയാണ് നോമ്പുതുറ പലഹാരങ്ങളുടെ അഭിഷേകമാണ് കേട്ടോ. അതും വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ. അപ്പൊ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കട പള്ളിയുടെ അടുത്ത കടയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ 2-3 ഐറ്റം വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ കഴിക്കാത്തൊരു ഫിഷിന്റെ ഒക്കെ സംഭവമാണ്. ഇനി പിന്നെ അങ്ങറ്റം വരെ പലഹാരങ്ങളായിരിക്കും. എന്നാ നോക്കാൻ വാങ്ങാൻ പറ്റില്ല, നമുക്ക് ഓരോന്നോയി നോക്കാം. ഇതാണ് കലൂർ ജുമാ മസ്ജിദ് മോസ്ക്. ഞാൻ അടുത്ത കടയിലേക്ക് പോവാട്ടോ. ഞാന് ചെയ്തന്നെ ഇപ്പൊ പോകുമ്പോഴും ഇതുപോലെ കണ്ടുപിടിക്കും ഇങ്ങനെ. പിന്നെ അവിടെ ഒരു കടയിൽ ഫുള്ള് ഡ്രിങ്ക്. ഇവിടെ ഒരു കടയുണ്ട്, തലശ്ശേരി ബേക്കറി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതെന്താ? മുട്ടക്കിഴി. ലച്ചീനൊരു ഇത് മേടിക്കണോ? അപ്പുറത്ത് എന്താ ഇരിക്കണ? ഒരു മസാല പോലെ ഇരിക്കണത്. ഇതിന്റെ പേരെന്താ? കിളിക്കൂടോ? കിളിക്കൂട് വേണോ? കിളിക്കൂട് പറഞ്ഞു കൊടുക്കാം. പിന്നെ പോക്കറ്റ് ഷവർമ്മ, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫുൾ മേക്കിംഗ് ആണ് ആളുകൾ. മുട്ടക്കിഴി. അത് തന്നെ. പിന്നെ ഇത് കല്ലുമ്മക്കായ അല്ലേ? മതി മതി. അത് മതി. വീഡിയോ ആണല്ലേ? എത്ര മണിക്ക് വരണം? വരുമ്പോ തീരണ എത്ര ആണോ? അപ്പൊ ഇപ്പൊ തീരാറായിട്ടുണ്ടാവൂലോ. എന്നാ ശരിയാണ്. ഇത് നമ്മുടെ 2ാമത്തെ കടയിൽ കേട്ടാ. കണ്ടാ? എന്നാണ് നമ്മൾ മേടിച്ചത്. ഇത് നമ്മൾ 3ാമത്തെ കടയിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്ന് ഇതിനു വേണ്ടി വന്ന് പലഹാരങ്ങള് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ കട. ഇത് ഇവിടെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാ നോക്കാം. നമുക്ക് എല്ലാം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? എല്ലാം തീർന്നു അല്ലേ? ആണല്ലേ? അപ്പൊ തീരുന്നനുസരിച്ചിട്ട് വരും. വരും. ഇത് പറഞ്ഞെടുക്കാം അല്ലേ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ നാളെയും വരുന്നുണ്ടോ ചേട്ടൻ പറയാം. ആണോ? ഞങ്ങള് നോക്കാം. ശരി ചേട്ടാ. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലുണ്ടാക്കണമെന്നുണ്ടോ? ഭയങ്കര ബ്ലോക്കാണ്, നിർത്താൻ വെച്ചോ. ആ ഒരു കടയാണ് ഞാൻ നോക്കി വെച്ചേക്കണേ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. കറുകപ്പിള്ളി അല്ലെങ്കിൽ ബ്ലോക്കാണ്. പിന്നെ ഈ പലഹാരം കൂടി നമുക്ക് ഇവിടെ വണ്ടി വെക്കാം. ഇവിടെ വെക്കാം. ഇവിടെ എന്തൊക്കെ പല പല ഡ്രിങ്ക്സ് ആണോ? വണ്ടി വരുന്നുണ്ട്. ഇതെന്തത്? കഞ്ഞി. അത് വേണ്ട. ഹോം മെയ്ഡ് ആണല്ലോ. അത് എടുക്കണോ? ആണോ? എടുക്കാല്ലേ? പിന്നെന്താ? ഇത് മറ്റേ പേരെന്താ പറഞ്ഞത്? കൽത്തപ്പം വേണോ ചേട്ടന്നത്?
മതി. ബ്രെഡ് പോക്കറ്റ് എന്തൊക്കെ എടുത്തത് ഇപ്പൊ? ബ്രെഡ് പോക്കറ്റ് പോക്കറ്റായി, കൽത്തപ്പായി, പിന്നെ മലബാർ പപ്സും ജീരകണി. ഇത് വേണ്ട, തരി വേണ്ട? അത് വേണ്ട, ആ ചെണ്ടെന്ന് മേടിച്ചു. ഭയങ്കര ബിസിയാണ് കേട്ടോ ഇവിടെ, മൊത്തം ബിസിയാണ്. തൊട്ടടുത്ത് തന്നെ 4ാമത്തെ കടയുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നു അറിഞ്ഞൂടാ. ഇതെന്തായത്? മുട്ട ചിരിമുട്ടയുണ്ട്, ചിക്കൻ ലോളിപോപ്പ്. ഇത് ചിരിമുട്ടാന്ന് ചെയ്തേട്ടാ. ഭയങ്കര നമുക്ക് എന്ത് വാങ്ങണോന്ന് അറിയണില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങളാ ഇരിക്കണേ. ഇതെന്താ ചിരിമുട്ടേ? ആണോ? എന്തൊക്കെയാണ് അതായത് ഉരുളക്കിഴങ്ങ് മസാല, പിന്നെ മുട്ട അല്ല ചിക്കൻ ആണത്. പിന്നെ ഏതാ? കായ്പോള കൊടുക്കും. കായ്പോള ബീഫ് മതിയില്ലേ ഇതൊക്കെ? ശരി എന്നാ. ഇത്രയും കുറെ സാധനങ്ങൾ വാങ്ങി. ഇതാണ് നമ്മുടെ കറുകപ്പിള്ളി. അവിടെ ആ ചേട്ടൻ ഉള്ളത്. ആ ഒരു ഡ്രിങ്കിന്റെ മേടിച്ചില്ലെങ്കിലും വെറുതെ നോക്കാം. ഇന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഉണ്ടല്ല. ഇതൊക്കെ എന്തുവാന്നാവോ ഒന്നും മനസ്സിലാവുന്നില്ല. ഫ്രൂട്ട് സാലഡ് ആണത്. ഇതെന്താ? പേരെന്താ? ഇതിന്റെ ഒന്നും കൂടെ മറന്നു. ലഹബത്ത്. എത്ര രൂപയാ? ആണല്ലേ? ഞങ്ങള് പോകുമ്പോ എപ്പോഴും ഇവിടെ കാണാറുണ്ട്. ഒരെണ്ണം എടുക്കുക എന്താണെങ്കിലും. നമുക്കുള്ളതാണ് കേട്ടാ. ഇവിടെ കൊറേ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ കേട്ടാ. എല്ലാം അടിപൊളി വരായി. ഇത് മൊഹബത്ത്. ഓ ഓക്കെ, ശരി കേട്ടോ. ഇടുക്കണേന്ന് നമ്മള് കറുകപ്പിള്ളിയായിട്ട് വിട പറയുകയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എടി ഞാൻ പറഞ്ഞതേ, നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് വന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പോണത്. ഗ്ലാസ് ഞാൻ എടുത്തോണ്ട് വരട്ടെ. എല്ലാരും നമ്മള് ഈ തരിക്കഞ്ഞി വാങ്ങിയ ചേട്ടൻ പറയുന്നത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന്. ഇവിടെ ഒരെണ്ണം മതിയല്ലേ? ഒരെണ്ണം ഇതാ എല്ലാം ഇതിന്റെ അത് കുടിക്കാം. വേറെ ഗ്ലാസ് എവിടെ? വേറെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഇത് കഴിക്കി ഡ്രിങ്ക്സ്. പിന്നെ ഇടയിൽ പോയി എനിക്ക് വിശക്കണുണ്ട് കൊറേ നേരം. ആദ്യം ഇത് കഴിക്കാം. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതെന്താ ഇതിന്റെ പേര്? ഫിഷ്. ഫിഷാണ് ഇതിന്റെ ഉള്ളിൽ പേര്. ഇത് മറ്റേതുപോലെ കല്ലുമക്ക പോലത്തെ. ഇതിന്റെയൊക്കെ പേര് നമ്മൾ അവിടെ ചെന്നിട്ട് പറയണുണ്ട് കേട്ടാ. കഴിച്ചു നോക്കിയ ഫിഷ്. ആ തീരെ വെച്ച ടേസ്റ്റ് അല്ല, നല്ല സ്പൈസി ആണ് കേട്ടാ. അച്ഛനും അവര് ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അത് പൊട്ടിക്കും. നിന്റെ പേരെന്താ? പേരെന്താ നമ്മള് ചോദിച്ചിട്ടുണ്ടെന്ന് കണ്ടെന്ന് പറയുന്ന കേട്ടിട്ട്. നിനക്കൊരു സെക്കൻഡ്, കൊറേ കാര്യങ്ങൾ മറന്നുപോയി. അടുത്തത് ഇതാണ്. പൊന്നി എല്ലാം ഒന്ന് കാണിക്കട്ടെ കേട്ടാ. സമൂസ. പേരറിയില്ലൊന്ന് പറഞ്ഞൂടെ? മലബാർ പപ്സ് പോലെയാണ്, മനസ്സിലായോ? പക്ഷെ അതിന്റെ ആ ഇതില്ല. പപ്സ്. പക്ഷെ നാടൻ പപ്സ് ആണ്. ശരി. ഇത് കായ്പോള അല്ലല്ലോ, എന്താണ്? കൽത്തപ്പം. ഇത് പോക്കറ്റ് ഷവർമ ആണോ? അല്ല, പോക്കറ്റ് ഷവർമ അല്ല, പോക്കറ്റ് ബ്രെഡ്. ബ്രെഡ് പോക്കറ്റ്. ഇത് സാധാരണ സമൂസയാണോ അതോ എന്താണ് ഇതില്? ചിക്കൻ സമൂസയാണ്. ചിക്കൻ സമൂസ. പിന്നെ ഇത് നമ്മള് മുറിച്ചത് ഫിഷ് ഒക്കെ വെച്ചിട്ട്, നമ്മള് ഫിഷിന്റെ പീരയൊക്കെ വെച്ചിട്ടുള്ള പോലെ. ഇത് മുട്ടക്കിഴി. ഇത് കിളിക്കൂട്. ഇത് കബാബ് അല്ലെ? കബാബ് അല്ല, കബാബ്. പിന്നെ ഇത് ചിരിമുട്ട. അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ. ഇതെന്താ? കല്ലുമ്മക്ക. കല്ലുമ്മ മറുപ്. ഇതേ എന്റെ ഷെല്ലൊക്കെ ഇരിക്കണ. പിന്നെ ഇത് ബീഫിന്റെ കട്ട്ലറ്റ് ആണ്. ഇതെന്താണ്? കായ്പോള. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ തരിക്കഞ്ഞി, എന്താ ജീരകക്കഞ്ഞി, ആൻഡ് പിന്നെന്തോ എല്ലാം ഭയങ്കര റിച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് അടിപൊളിയാന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇലയിലൊക്കെ സെറ്റ് ചെയ്ത് സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, തരിക്കഞ്ഞി കുടിച്ചാലേ?
അല്ല ചേട്ടാ കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. ദാഹിക്കൂലേ? ഇതൊക്കെ ചെയ്തോണ്ട് എല്ലാം കഴിക്കും. എനിക്ക് പലഹാരം അത്ര വലിയ ഫാൻ അല്ല കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ, നീ നോക്കി. ആ ശരി. ഇതേ ഒരു ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കിയാ. ഇത് പൊക്കത്ത് എന്തോ ഇതുണ്ട്, മുട്ടയിടുന്ന പിസ്സ ബേസ് പോലത്തെ ഒരു സാധനം. അനക്കല്ലേ സംഭവം ഇങ്ങനെയാണ് ഇട്ടിരിക്കണത്. എന്താ അടിപൊളി ടേസ്റ്റ് അല്ലേ? എന്ത് ടേസ്റ്റ്? പിസ്സയുടെ പോലത്തെ. ഇത് ലക്ഡൂനും അച്ഛനും അമ്മക്കും അവര് ഷെയർ ചെയ്തൊക്കെ എടുത്തോളൂ. ഇനി ചെയ്തിടാൻ പറ. ഇത്രയും നേരം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് കഴിക്കാം. ഇതെന്താണ് ഇതിന്റെ പേര്? ബ്രെഡ് പോക്കറ്റ്. കാരണം ഒരു ബ്രെഡ് പോക്കറ്റ്. ദിസ് ഈസ് ബ്രെഡ് പോക്കറ്റ്. എനിക്ക് നേരത്തെ കഴിച്ചത് ഇഷ്ടപ്പെട്ടു. തരിക്കഞ്ഞി കുടിച്ചാലാ. കൈ തുടക്കി തുണി എടുത്തിട്ടുണ്ട് മറ്റേ. ആണോ? ഞാൻ കൈ ഒന്ന് തുടക്കണം. അപ്പൊ വീഡിയോ എടുക്കുമ്പോഴേ ഫോണിലാ. അപ്പൊ ഇനി തരിക്കഞ്ഞിയാണ് കേട്ടോ. ചെയ്തിട്ട് ഓപ്പൺ ചെയ്തോ. 2 ഗ്ലാസ് കിട്ടിയാ? ആ അതല്ലേ. പിന്നെ ഇത് നമുക്ക് ഇത് കഴിക്കാം, ഫ്രൂട്ട് സാലഡ്. പോകുമോ എനിക്ക്? എന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ചു തരും. അപ്പൊ എല്ലാവർക്കും ഇത്തിരി അങ്ങനെ എടുത്ത് ലച്ചുവിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എടുത്തു വെക്കാം. മധുരം ഒരിക്കല്ലേ? ഇത് തരിക്കഞ്ഞി, ഇത് ഇതിലോട്ട് കഴിച്ചാലേ. ആ ജീരകക്കഞ്ഞി. ആ അതിനത് എടുത്തിട്ട് വന്നത് ഈ ഗ്ലാസ്. പിന്നെന്താ വിചാരിച്ച് ഒറ്റ കുടിക്കാനല്ലേ? കൈ കൊടുക്കട്ടെ. വേഗം ആവട്ടെ മല്ലയ്യ. എനിക്കിത് വാങ്ങാൻ അത്ര ഇതുണ്ടായില്ല. ജീരകക്കഞ്ഞി. എനിക്ക് അതിനേരം വേറെ എന്തെങ്കിലും ഷെയ്ക്ക് എന്തെങ്കിലും വാങ്ങാൻ വരും. പിന്നെ ചെയ്തേണ്ട ആഗ്രഹമല്ലേ, നമ്മളിത് തീർത്ത് കൊടുക്കണമല്ലോ. എന്ത് ഒഴിച്ചോ? അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവർക്കും എടുക്കാൻ സുഖല്ലേ? ജീരകമൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ നല്ലതാന്ന് തോന്നുന്നു. അടച്ചു വെക്കിട്ട് അതുപോലെ തന്നെ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ 2 സംഭവങ്ങൾ. ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന തരിക്കഞ്ഞി കുടിക്കാനാണ്. ഞാനും. മര്യാദക്ക് ജീരകക്കഞ്ഞി കുടിച്ചോ? കുടിക്കാം. ഞാൻ ആദ്യം കുടിക്കാം. ഇത് റവ വെച്ചുണ്ടാക്കണേണോ? ഇത് കഞ്ഞി, ഒരു മസാലക്കഞ്ഞി പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം, വെള്ള ജീരകക്കഞ്ഞി. കറക്റ്റ് അതിന്റെ അല്ലേ ജീരകക്കഞ്ഞി പേര് വന്നത്. കുടിച്ചേ. എനിക്ക് തോന്നണം എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നണത് കേട്ടാ. നമ്മള് ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കൂലേ, അപ്പോഴത്തെ ഒരു ടേസ്റ്റ് പോലെ ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ട. കൊള്ളൂലെന്നല്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുള്ള അവരുണ്ടാക്കി വെച്ചേക്കണത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊക്കെ ആളുകൾ ഇങ്ങനത്തെ നോമ്പൊക്കെ പലഹാരങ്ങൾ ഉണ്ടാകും. എല്ലാവരും. എത്ര രൂപയെന്ന് പറഞ്ഞു കൊടുക്ക്? 30 രൂപ അത്രേ ഉള്ളൂ. ആ ചേട്ടൻ പറഞ്ഞ ഇത് കുടിച്ചാൽ നിങ്ങൾ ഇനിയും വരുന്നവർ. ഇനി മേടിക്കാം. ഇനി അടുത്തത് ഏതാ? സേതുവേട്ടാ പറ. ഓൾമോസ്റ്റ് നമുക്ക് ഇത് ബീഫ് കട്ട്ലറ്റ്. അതാരും തിന്നൂല. നല്ലതൊന്നും ആരും തിന്നൂല. അതാണ് ഒരു പ്രത്യേകത. ഞാനൊരു കുഞ്ഞു കഷ്ണം വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ. അനക്കല്ലേ കേട്ടാ? അടിപൊളിയല്ലേ? ജീരകക്കഞ്ഞി കൊച്ചിന് വേണ്ട ഇത് കേട്ടാ. ആണല്ലേ? ഇനി ഏതാണ്? ഇനി നമുക്ക് ഇത്തിരി മധുരം ഉള്ളത് പിടിച്ചാലോ? എനിക്ക് ഈ 2 സാധനം ഇഷ്ടമല്ല, കഴിക്കേയില്ല. പക്ഷെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കഴിക്കും. പക്ഷെ ഇതന്നെ വേണമെങ്കിൽ കുറച്ച് തരാം. മതിയാ? ഞാനും ഇത്തിരി കഴിച്ചോളാം. ഞാൻ ഇത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇങ്ങനെ കഴിക്കാൻ തോന്നാത്തൊരു പലഹാരമാണ് കേട്ടോ. പക്ഷെ എല്ലാരും നല്ല ആര് പോലെ വന്നോന്നാ. എന്നാലും അത്ര അതിന്റെ കറക്റ്റ് ഇത് വരുള്ളൂ. ഈ ഒരു ലെവൽ ഇങ്ങനെ കറക്റ്റ് ഇതില് വരണം.
എന്നാലാണ് ഇത് കറക്റ്റ് കലത്തപ്പാവുള്ളൂ. ഗുഡ് ഗുഡ്. എന്തൊരു കൈപ്പുണ്യാണ്, എല്ലാം നല്ല ടേസ്റ്റ് ആണ് അല്ലേ. അതാണ് എന്ത് തിരക്ക, എല്ലാരും എത്ര സാധനങ്ങളാ മേടിച്ചോണ്ട് പോണത്. അതായത് നോമ്പ് തുറക്കാനുള്ളവരും അല്ലാത്തവരും അല്ലേ. നമുക്ക് ഇത് വേണോ അതോ ഇത്തിരി എരിവുള്ളത്? കായ്പോള, ഇത് നമുക്ക് പൊട്ടിക്കാം. കഴിച്ചു. ഇതൊന്നും നമ്മള് എപ്പോഴും കഴിക്കുന്ന ടേസ്റ്റ് അല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. കാണും പക്ഷെ എടുക്കാൻ തോന്നുന്നു. നല്ല മധുരം ടേസ്റ്റും അല്ലേ. പഴം നല്ല പഴുത്ത, നല്ല പഴം വേവിച്ചിട്ടാണ് തോന്നുന്നു ചെയ്യണത്. കൊള്ളാല്ലേ. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ എന്തും ഒന്ന് കഴിച്ചു നോക്കണം എന്ന് പറയണ അല്ലേ. ഏതാണ് മല്ലയ്യ? ഇനി നമുക്ക് കല്ലുമ്മക്കായ. ഇത് ഞാൻ എപ്പോഴും എന്താ പറയാ, വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഉണ്ടാക്കണം എന്നല്ലാതെ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല കേട്ടോ. ഈ സംഭവം ആദ്യമായി കല്ലുമ്മൊക്കെ കഴിച്ചപ്പോൾ അവിടെ വെക്കിയത് കേട്ടോ. ഇതിനകത്ത് ഇത് അരിയാണ്. ഒരു കല്ലുമ്മക്കായ ഉണ്ടാവില്ലേ? ഒരു ചെറുതുണ്ടാവുള്ളൂ. ഇത്രേ ഉണ്ടാവുള്ളൂ സാധനം. ഇത് കണ്ടിച്ചുകളയരുത്. ഇത് കഴിക്കണം. എന്നാ കഴിക്കേ. അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതേ ഷെല്ല് ഇതാ ഇങ്ങനെ കഴിക്കും. ഇത് പിടിച്ചിട്ട് ഷെല്ല് പിടി. ഷെല്ല് കഴിക്കൂല. അതെനിക്കറിയാം. കഴിക്കണ്ട, എനിക്കില്ല. വേണ്ട വേണ്ട, മണമുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും അല്ലേ. മീനിന്റെ രുചിയുണ്ട്. ഇതൊന്ന് കാണിക്കാം. മീൻ അതാ ഇതിന്റെ ഒരു മണം നിക്കട്ടെ. ഇങ്ങനെ താഴ്ത്തിട്ട് വെച്ചാ. അതായത് ഇത് അരിയാണ്. അപ്പൊ ഈ ഷെല്ലിന്റെ ഐ മീൻ ഇതിന്റെ എസൻസ് ഒക്കെ ഇതിൽ കയറിപ്പിടിക്കുന്നു. അതിന്റെ ഇത് ഈ ഷെല്ല് കൊച്ചിനും വേണ്ടി വരുമായിരിക്കും. ഇനി ഏതാണ് ഇത് കേട്ടാ? ഇഷ്ടമായ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് പപ്സ്, മലബാർ പപ്സ് കഴിക്കാം. അടിപൊളി. നല്ല ടേസ്റ്റ്. അങ്ങനെയല്ലേ സ്പൂൺ വെച്ച് ഇളക്കുക. ഇഷ്ടപ്പെട്ടും എന്തോ അല്ലേ പറഞ്ഞത്. ഭയങ്കര മൂവിങ് ആണെന്നാട്ടാ പറയണത്. അടിയിലൊക്കെ കസ്കസ് എളുപ്പുണ്ട്. പിടിച്ചു നോക്കിയേ. കൊള്ളാമോ? ആണല്ലേ. റിഫ്രഷിംഗ് ആണ്. എന്താണ് ഇത്, ഭയങ്കര മൂവിങ് ആണെന്നാണ് ആ ചേട്ടൻ പറയണത്. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ടേസ്റ്റ്. ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള, ഞാനും അങ്ങനെ വിചാരിച്ചത്, ഫ്രൂട്ട് സാലഡ് പോലെ. പക്ഷെ ഇതൊരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കണ ഒരു ഡ്രിങ്ക്. ഹെൽത്തിയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും. അതിന്റെ ആ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസിന് എന്തോ എന്താണ് മനസ്സിലാവില്ല. എനിക്കിത് കൊടുക്കുമ്പോഴേ പഴയ എന്തോ ഓർമ്മ. നമ്മുടെ ഈ അമ്പലത്തിന്ന് അവലും മലരും ഒക്കെ കഴിക്കണതിന്റെ ഒരു ചെറിയൊരു, എനിക്ക് തോന്നുന്നില്ല. അവലും മലരും അതിന്റെ ഒക്കെ ഒരു അതിന്റെ ഒരു മണം, പ്രസാദത്തിന്റെ ഒരു മണം. എന്തോ ഫ്ലേവർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര മൂവിങ് ആന്നാ പറയണത്. 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഇനി വയറ് നിറഞ്ഞിട്ടേ. ഇനി എന്താ ചെയ്തേട്ടാ? രാത്രി അപ്പൊ പാസ്തയൊക്കെ ഉണ്ടാക്കണോ? കബാബ്, ചിക്കൻ കബാബ്. നല്ല ഉണ്ടാ. ഇതിലെന്തോ ജീരകം പറയാൻ തന്നെയാണ്. ഇനി ചിരിമട്ട ചിരിക്ക്
മുറിക്കാം. ഇതൊന്നും ആർക്കും വെക്കണ്ട. കാരണം എന്താണെന്നറിയോ, ഇത് ഇതാവും. കേടുവന്നല്ല കേട്ടോ, ഇത് കേടുവന്ന് ഇറക്കിയില്ലല്ലോ. അത് കുഴപ്പമില്ല. ഇന്നാളെ ഞാൻ എന്തോ എന്തെന്ന് ഇറക്കിയത്. നാളെ എന്തോ ഒരു സാധനം കഴിച്ച് കത്തി ഒന്ന് കഴുകിക്കോട്ടെ. അതാണ് ഞാൻ മുട്ട എടുത്ത് വെക്കണ്ടെന്ന് പറയണത്. ഞാൻ കുടിച്ചോളാം. നമ്മുടെ ചിരിമുട്ട അത്ര ചിരി വന്നില്ല. അതായത് ആ ഉരുളക്കിഴങ്ങാണ് കേട് വന്നിരിക്കണം അല്ലേ. രാവിലെ ഉണ്ടാക്കണല്ലേ അവര്. 12 മണിക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന്റെ ഒരു കുഴപ്പം. ഇനി ഏതാ കഴിക്കേണ്ടത്? ഇതല്ലേ. ഇതിലെന്താന്നോ, ഇത് മുട്ടക്കിരിന്നാ പറഞ്ഞത്. ഇതില് മുട്ടയാണ്. കഴിച്ചേക്ക് നിക്കട്ടെ. അതൊന്ന് കഴിച്ചു. ഞാൻ നേരത്തെ ഇതുപോലെ എടുത്താൽ മതിയായിരുന്നു. നമ്മുടെ മുട്ടക്കിരി ഇല്ല, അതാ ഉരുളക്കിഴങ്ങ് കേടുവന്നത് കേട്ടോ. നല്ല. ഇനി സമൂസ. ഇതെന്ത് സമൂസ? ചിക്കൻ. പപ്പടം പൊടിയണ പോലെ എടുത്തു. മുറിച്ച് എനിക്കിഷ്ടായി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ. ഇനി നമ്മുടെ ലാസ്റ്റ് നോമ്പ് തുറ പലഹാരത്തിൽ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കും. കൈ വെച്ച് മറച്ചിട്ടാണ് കാണിക്കാൻ. മുട്ട വേണോ? ഇതൊന്നും വെച്ചുകൊണ്ട് എടുത്ത് വെക്കണ്ട. കാരണേ പറയാൻ പറ്റൂല. കാടമുട്ട നമ്മളെല്ലാം അങ്ങനെയല്ലേ കഴിക്കാറ്. ചിയേഴ്സ്. കിളിക്കൂടിൽ എന്താ നോക്കാം. എന്താ കിളിക്കൂട് അല്ലേ? ഇതിലെന്താ ഫില്ലിങ്സ് ഇരിക്കണേ? എനിക്കിഷ്ടായില്ല. മധുരം. അതായത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കിളിക്കൂടിൻ്റെ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നടുക്കൊരു ഇത് വെച്ചേക്കണം. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന മാർക്ക് എനിക്ക് പറയണമായിരുന്നു. എനിക്ക് ഈ നോമ്പ് തുറ പലഹാരങ്ങളില് എന്റെ ഏറ്റവും, ഞാൻ 10-ൽ 10 മാർക്കും കൊടുക്കണ ഒരു ഐറ്റമാണ് ഈ തരിക്കഞ്ഞി. ആ ചേട്ടൻ എന്ത് ജെന്യുവിനായിട്ട് അത് തന്നെ, അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. നിങ്ങള് വേറെ ഏത് സ്ഥലത്തു നിന്നും വാങ്ങിക്കോ, പക്ഷെ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് എല്ലായിടത്തുനിന്നും വാങ്ങണോട്ടെ പ്രത്യേകം പറഞ്ഞു. ഇത്രയും ടേസ്റ്റ് ഞങ്ങൾ ഇനി ഈ നോമ്പ് തുറ പലഹാരങ്ങളിൽ ഏത് വാങ്ങുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ സെക്കൻഡ് പറയണ എന്താന്ന് വെച്ചാ, ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബണ്ണിൽ ഇങ്ങനെ ഒരു ക്യാപ്സിക്കം ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ പിസ്സ കഴിക്കണ പോലെ തന്നെ ഉണ്ടായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഫിഷിന്റെ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ട്. കുറച്ച് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഈ നമ്മളിങ്ങനെ പീൻപീരയൊക്കെ വെക്കൂലേ, അതുപോലെ എനിക്ക് അത്രയും. പിന്നെ ഞാൻ മറന്നുപോയി, കാരണം ഇത്രയും കഴിച്ചതില് മനസ്സിന്ന് മായാതെ നിക്കണ ടേസ്റ്റ് ഇതൊക്കെയായിരുന്നു. പിന്നെ ജീരകക്കഞ്ഞി അടിപൊളി തന്നെയായിരുന്നു. എടോ കൊച്ചിനും അച്ഛനും അമ്മക്കൊക്കെ വേണം. അപ്പൊ അല്ലെങ്കിൽ എല്ലാം എടുത്തോണ്ട് പോകും. അപ്പൊ ഇത് അവർക്കൊക്കെ വെച്ചേക്കണേണ്ട, അച്ഛനും അമ്മയ്ക്കും ലച്ചുവിനും. ഞാൻ മുട്ടയുടെ ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല, കാരണം അവളിക്ക് ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകും. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചേക്കണത്. ഈ കായ്പോൾ ഇത്രയും കൂടെ വെക്കായിരുന്നു. ഇതേതാ ആ പഴത്തിന്റെ അത്ര കുടിച്ചോ. എനിക്ക് എല്ലാരും നോമ്പ് തുറ പലഹാരങ്ങള് നമ്മുടെ കറുകപ്പിള്ളിന്ന് തന്നെ വാങ്ങൂ. പ്രത്യേകിച്ച് ഈ തരിക്കഞ്ഞി ഞങ്ങള് വാങ്ങിയ കടയിൽ നിന്ന് തന്നെ, നമ്മൾ ഇതിൽ കാണിക്കൂട്ടോ വീഡിയോയില്, അവിടെ തന്നെ വാങ്ങാൻ നോക്കട്ടെ. നല്ല ലൈറ്റ് മധുരവും ഉണ്ടാന്ന് വെച്ചാൽ ലൈറ്റും മധുരവും ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ ജീരകക്കഞ്ഞി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ ഒരു മസാലയുടെ ഒരു ഇത് വന്നുകൊണ്ടാണ്. അത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടാവും.
പിന്നെ നമ്മളെ റീഫ്രഷ്മെന്റിന്റെ ഡ്രിങ്ക് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്നല്ല, മോശമൊന്നല്ല. അല്ല, നമുക്ക് ഇഷ്ടപ്പെടണ എന്റെ വിചാരം അത് ഇത്തിരി കുറുകിയിരിക്കണതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അടിപൊളിയാവും തോന്നുന്നു ഇല്ലേ. അത് ഇത്തിരി തണുപ്പോട് കൂടി കുടിക്കേണ്ട സംഭവമാണ്. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് സത്യമാണ്. മുന്തിരിയൊക്കെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ കുടിക്കാറ് കുറച്ചും കൂടി ഇതായി. പക്ഷെ അത് മൂവിങ് ആണ്. ഇത് ഇഷ്ടപ്പെടുന്ന അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മുന്തിരിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിളും എല്ലാം അടിപൊളിയാണ് കേട്ടാ. അപ്പൊ നമ്മള് ഈ ഇതൊക്കെ നിങ്ങൾ അവിടെ പോയി മേടിച്ച് കഴിച്ചോട്ടാ. ഇതിനേക്കാളും അറിയാത്ത കുറെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നോമ്പ് തുറ പലഹാരങ്ങളുടെ ടേസ്റ്റിംഗ് വീഡിയോ ആണിത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിസാരം ബൈ രാഗി വരാം.